ഈ ജാതി മുട്ടുന്യായങ്ങൾ കൊണ്ടൊന്നും കാര്യം നടക്കൂല കേട്ടോ വാസുട്ടിയെ. ഇതൊരു കുടുംബമായിട്ടാണ് കഴിയണെന്നുള്ളൊരു ധാരണ ആദ്യം അനക്ക് വേണോ? എന്താ ഇവ ഈ പറയണ എനിക്ക് മനസ്സിലാവില്ല. എന്താണ് എടാ ചെങ്ങായി, മിക്ക ദിവസവും ഞാൻ പണിക്ക് പോണില്ലേ, അതുകൊണ്ട് കുടുംബം നോക്കണില്ലേ, ഒരു ലേശം കുടിക്കണതാണ് കുഴപ്പം. എടാ ഒരു ഇത്തിരി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറി ലേശം ഭക്ഷണം കഴിച്ചിട്ട് സുഖമായിട്ട് കടന്നുറങ്ങാം. അതിന് വേണ്ടിയാണ് ഈ കുടിക്കണത്, അല്ലാണ്ട് വീട്ടിൽ തല്ലിണ്ടാക്കണ കുടിക്കണത്. അതെ, ഈ ഇജാതി വർത്താനം പറയരുത് കേട്ടോ. ഈ എന്താണ് ഇന്നലെ അവിടെ കാട്ടിക്കൂട്ടിന്ന് കൃത്യമായിട്ട് അറിയണ ആളാണ് ഞാന്. എന്താ ഞാൻ കാട്ടിയത്? എന്താ കാറ്റ്? ഒന്നാം തന്റെ ആ കോടക്കാറ്റും പാട്ടും ഉണ്ടല്ലോ, അത് ആദ്യം നിർത്തി. കണ്ണും ചവിടും ഇന്നലെ ഉണ്ടായിട്ടില്ല. ആ കുട്ടികളുണ്ട് അവിടെ, ആ ധാരണല്ലേ എനിക്ക്. അത് ശരി, എന്താ മനസ്സിലാക്കണേ? ഈ സാധാരണ കുടിക്കണ മാതിരിയുള്ള കുടിക്കലാണോ ഒന്നല്ല ഉണ്ടായത്? സാധാരണ കുടിക്കണ മാതിരി തന്നെ കുടിച്ച് ലേശം കൂടി പോയി മാത്രം. അത് പറയും. അതിപ്പോ എല്ലാ ദിവസവും ഒരാളവന് കുടിക്കാൻ പറ്റുമോ? കണ്ണീ കണ്ടവന്റെ കള്ളാണെന്ന് കരുതി അവനവന്റെ വയറാണ്. കള്ള് നമ്മക്ക് കുടിക്കാം, നമ്മളെ കള്ള് കുടിക്കാൻ നിൽക്കരുത്. നിനക്ക് അത്രയും കുടിച്ച് മൂത്തെങ്കിൽ നിനക്ക് ഏതെങ്കിലും പീഡിയത്തിനെ കിടക്കായിരുന്നില്ലേ? അല്ലേ, കണ്ണീ കണ്ടവന്റെ വീട്ടിലല്ലേ നീ താമസിക്കണ? അങ്ങനെ ചെല്ലാമോ? അത് പോട്ടെ, അത് കുഴപ്പമില്ല. നമ്മളോട് വെച്ചിട്ടല്ല ഞാൻ പറയണത്. എല്ലാ പരീക്ക വേറെ പെണ്ണുങ്ങളില്ലേ അവിടെ, കുട്ടികളില്ലേ? അതാ ഞാൻ പറഞ്ഞത്. ആ കുട്ടികളില്ലേ, അതിനെ ആലോചിക്കണ്ടേ? ഞാനൊരു കാര്യം അങ്ങനെ കേട്ടെ. എന്താണ്? ഇപ്പൊ ഇന്നലെ കുടിച്ചു വന്നു, ശരിയാണ്. കുടിച്ചു വന്നു, ഓള് വഴക്കുണ്ടാക്കി. ഓള് മാത്രമൊന്നുമല്ല, അമ്മയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വേറൊരാളുടെ വീട്ടിലാണ് കിടക്കണേന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഞാൻ കുടിച്ചു എന്നുള്ളത് പറഞ്ഞിട്ട് ഒന്ന് മിണ്ടാതിരുന്ന എന്താ കുഴപ്പം? എന്താ പറഞ്ഞേ? എന്തേ? ഒരു റെയിലിന്റെ നടുക്ക് കൊണ്ടുപോയിട്ട് ട്രെയിൻ പറഞ്ഞത് കണ്ടിട്ട് അതിന്റെ നടുക്ക് കൊണ്ടുപോയി വണ്ടി എടുത്തിട്ട് വന്നിടിച്ചപ്പോ അപ്പുറത്തില്ല റെയിൽ, അതേനെ പോയിക്കൂടെ എന്ന് പറയും. എന്ത് ന്യായം എനിക്കുള്ളത്?